ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു. ചിന്താമണി മന്ത്രം. ചിന്താമണി മന്ത്രമെന്നാൽ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള മന്ത്രമാണ്. അർദ്ധനാരീശ്വരനെ ആരാധിക്കുന്ന മന്ത്രമാണ് ചിന്താമണി മന്ത്രം. സർവകാര്യ വിജയത്തിനും ജോലിയുടെ തടസ്സം മാറുന്നതിനും ശിവക്ഷേത്രങ്ങളിൽ, ശിവപാർവതി ക്ഷേത്രത്തിൽ, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ, ഉമാമഹേശ്വരി ക്ഷേത്രത്തിൽ ചെയ്യുന്ന മന്ത്രാർച്ചനയാണ് ചിന്താമണി മന്ത്രാർച്ചന. ശിവൻ മാത്രമായിട്ടിരിക്കുന്നിടത്തും ശിവപാർവതി ക്ഷേത്രത്തിലും ചെയ്യാം. ശിവൻ മാത്രമായിട്ടിരിക്കുന്നിടത്തും പാർവതി സങ്കല്പം ഉണ്ടായതുകൊണ്ടാണ് പുറവുകളൊക്കെ കത്തിക്കുന്നത്. അത് ദേവിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് ശിവക്ഷേത്രത്തിലും ചെയ്യാം. അർദ്ധനാരീശ്വര മന്ത്രമാണ് ചിന്താമണി മന്ത്രം. പല ജ്യോത്സ്യന്മാരും തെറ്റിപ്പോവ് രക്തചന്ദനത്തിൽ മുക്കി ചിന്താമണി മന്ത്രത്താൽ ഭദ്രകാളിക്ക് പുഷ്പാഞ്ജലി നടത്തണമെന്നും പറഞ്ഞ് എഴുതി കൊടുക്കുന്നുണ്ട്. ആ മന്ത്രത്താൽ ശിവക്ഷേത്രത്തിൽ, അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലുമാണ് ഈ മന്ത്രം പ്രയോഗിക്കേണ്ടത്. ഭദ്രകാളി ക്ഷേത്രത്തിലല്ല. എന്നാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ ചാർത്തുമായിട്ട് വന്ന് നടത്താൻ പറയുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന എൻ്റെ ക്ഷേത്രത്തിലും ഇത് കണക്ക് ചാർത്തുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത് അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള മന്ത്രമാണ്, ഭദ്രകാളി അടുത്ത് ചെയ്യുന്നതല്ല, ശിവൻ്റെ അടുത്ത് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ശിവനും പാർവതിയും അർദ്ധനാരീശ്വരനായിട്ടിരിക്കുന്നിടത്ത് ചെയ്യുന്ന മന്ത്രമാണ്. ഇത് ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നതല്ല. ശിവക്ഷേത്രത്തിലോ ഉമാമഹേശ്വരി ക്ഷേത്രത്തിലോ ആണ് ചെയ്യേണ്ടത്. അർദ്ധനാരീശ്വര സങ്കല്പ മന്ത്രമാണ് ചിന്താമണി മന്ത്രം. സർവകാര്യ തടസ്സം മാറുന്നതിനും ജോലിപരമായിട്ടുള്ള തടസ്സം മാറി കാര്യസാധ്യം ഉണ്ടാകുന്നതിനും എല്ലാം ഉതകുന്ന മന്ത്രമാണ് ചിന്താമണി മന്ത്രം. കുടുംബ ഭദ്രതയ്ക്കും ജോലിപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറുന്നതിനും സർവകാര്യ വിജയത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ് ശിവശക്തി മന്ത്രം, ചിന്താമണി മന്ത്രം, അർദ്ധനാരീശ്വര മന്ത്രം എന്നൊക്കെ വിളിപ്പേരുള്ള ചിന്താമണി മന്ത്രം. ഹരി ഓം സർവം കൃഷ്ണാർപ്പണമസ്തു.